ജനാരവങ്ങൾക്കിടെ കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനക്കൂട്ടമാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി രണ്ടാമതും രമേശ് ചെന്നിത്തല മൂന്നാമതും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. രാഹുൽ ഗാന്ധി എം.പി, പ്രിയങ്ക ഗാന്ധി എം.പി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. കൂടാതെ എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റ് കക്ഷി നേതാക്കളും തുടങ്ങിയവരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലി കെ മുരളീധരനും ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലി കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും മന്ത്രിപദവിയേറ്റു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് സെൻട്രൽ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിനുള്ളിലെ ഇരിപ്പിടങ്ങളിൽ ഭൂരിഭാഗവും രാവിലെ 7:30 തന്നെ നിറഞ്ഞു. കൊടിതോരണങ്ങളും ബാനറുകളും ചെറിയ ഫ്ലക്സുകളുമായാണ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയത്. പാസ് ഉള്ളവരെ മാത്രമാണ് ബാരിക്കേഡ് കടത്തിവിടുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇതിൽ മുഖ്യമന്ത്രി അടക്കം 14 പേർ ആദ്യമായി മന്ത്രിയാകുന്നവരാണ്. മന്ത്രിമാരുടെ പട്ടിക ഇന്നലെ സതീശൻ ഗവർണർക്ക് കൈമാറിയിരുന്നു. മന്ത്രിസഭയിൽ 2 വനിതകളുണ്ട്. മുഖ്യമന്ത്രി അടക്കം 12 പേരാണ് കോൺഗ്രസിന് മന്ത്രിസഭയിലുള്ളത്. രമേശ് ചെന്നിത്തല, പി.കെ. കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി.പി. ജോൺ, എ.പി. അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി.സി. വിഷ്ണുനാഥ്, റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, ടി സിദ്ദിഖ്, കെ.എം. ഷാജി, പി.കെ. ബഷീർ, വി.ഇ. അബ്ദുൽ ഗഫൂർ, കെ.എ. തുളസി, ഒ.ജെ. ജനീഷ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിനാണ്. ഗസറ്റ് വിജ്ഞാപനത്തിൽ അടുത്ത വിസ്മയങ്ങൾ നോക്കിക്കൊള്ളുവെന്നും മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞു. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും കേരള കോൺഗ്രസ്, ആർ.എസ്.പി, സി.എം.പി, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എന്നിവർക്ക് ഓരോ മന്ത്രി വീതമാണുള്ളത്. ഓരോ മന്ത്രിസ്ഥാനം വീതം 2.5 വർഷത്തിന് ശേഷം കോൺഗ്രസും മുസ്ലിം ലീഗും പാർട്ടിക്കുള്ളിൽ വീതം വയ്ക്കും. ലീഗിൽ നിന്ന് 2.5 വർഷത്തിന് ശേഷം പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. ആരെയാണ് മാറ്റുകയെന്ന് അപ്പോൾ തീരുമാനിക്കും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബും മാണി സി കാപ്പനും തമ്മിലും മന്ത്രിസ്ഥാനം വീതം വയ്ക്കും. ആദ്യ ടേം അനൂപിനാണ്. ടേം വ്യവസ്ഥ സ്വീകാര്യമല്ലെന്നും എന്നാൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കില്ലെന്നും അറിയിച്ചാണ് മാണി സി കാപ്പൻ വഴങ്ങിയത്. അതേസമയം മുഴുവൻ ടേം വേണമെന്ന നിലപാടിലാണ് അനൂപ്. കേരള കോൺഗ്രസിന് 1 മന്ത്രിക്ക് പുറമെ ചീഫ് വിപ്പ് ലഭിച്ചു. അബു ജോൺ ജോസഫ് ചീഫ് വിപ്പാകും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് ഉൾപ്പെടെ 6 പുതുമുഖ എം.എൽ.എമാരും മന്ത്രി പദവിയിലുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ് എന്നിവരും മന്ത്രിപട്ടികയിൽ ഇടം പിടിച്ചു.